പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാരാനാത്ത റിട്രീറ്റ് സെൻ്റർ യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ ഞായറാഴ്ചയും നമ്മൾ പതിവായി നടന്നു വരുന്ന സുവിശേഷ വായനയുടെ അല്പനേരത്തെ ധ്യാനചിന്തകൾ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഇതിനെ ശ്രവിക്കാം. ഒരു വാക്ക് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പായിട്ട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, പരിശുദ്ധനും നിത്യനുമായ ദൈവമേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അല്പസമയം നാളത്തെ വചനാശുശ്രൂഷയുടെ വായനകളുടെ ഒരു ധ്യാനത്തിനായിട്ട് മുതിരുകയാണ്. ഞങ്ങളുടെ പരിശുദ്ധാത്മാനാൽ ഞങ്ങൾ നിറയ്ക്കണമേ, നയിക്കണമേ. പെന്തിക്കോസ്തിയുടെ മുമ്പുള്ള ഞായറാഴ്ചയുടെ വായന വിശുദ്ധ പിതാക്കന്മാർ ക്രമീകരിച്ചു തന്നത് ഞങ്ങൾക്ക് ധ്യാനിക്കുവാനും വ്യാഖ്യാനിക്കുവാനും കഴിവില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തുകയും സഹായിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളോട് ഇടപെടണമേ. ഞങ്ങൾക്കല്പമായി അവിടുത്തെ കൃപാവരം ചൊരിഞ്ഞ് ഈ വചനത്തെ കേൾക്കുവാനും ധ്യാനിക്കുവാനും ശേഷം അത്യധികമായി ഞങ്ങൾക്ക് അവിടുത്തെ കൃപാവരം നൽകാൻ ലഭിക്കത്തക്കവണ്ണമുള്ള മാനസാന്തര അനുഭവം ഉണ്ടാകുവാനും കൃപ ചൊരിയണമേ. എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞായറാഴ്ച ദിവസത്തെ വായന നമുക്കെല്ലാവർക്കും അറിയാവുന്നല്ലോ 12/5/24 പെന്തക്കോസ്തിക്ക് മുമ്പുള്ള ഞായറാഴ്ച എന്നാണ്. ഇതിൽ പഴയ നിയമ വായനയിൽ നിന്ന് 3 വായനകളാണ് പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്നത്. ഒന്നാമത്തെ വായന 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 22 വരെ വാക്യങ്ങളും, രണ്ടാമത്തെ വായന 2 രാജാക്കന്മാർ 23-ൻ്റെ 21 മുതൽ 25 വരെ വാക്യങ്ങളും, മൂന്നാമത്തെ വായന യെശയ്യാപ്രവചന പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 28 വരെ വാക്യങ്ങളുമാണ്. ലേഖനങ്ങളായിട്ട് നമുക്ക് വായന നൽകിയിരിക്കുന്നത് അപ്പോസ്തലപ്രവൃത്തി 26-ാം അധ്യായത്തിൻ്റെ 10-9 മുതൽ 25 വരെ വാക്യങ്ങളും, ഫിലിപ്പിയർ 2-ൻ്റെ 1 മുതൽ 11 വരെ വാക്യങ്ങളുമാണ്. സന്ധ്യാവായന സുവിശേഷം നമുക്ക് നൽകിയിരിക്കുന്നത് യോഹന്നാൻ 16-ൻ്റെ 31 മുതൽ വചനങ്ങളും 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങളുമാണ്. പ്രഭാതത്തിലെ വായന യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 13 മുതൽ 26 വരെ വാക്യങ്ങളാണ്. എവൻഗേലിയോനായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് നമുക്ക് നൽകിയിരിക്കുന്ന യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 35 മുതൽ 46 വരെ വാക്യങ്ങളാണ്. ഇതിൽ നമ്മൾ ഒന്നാമത്തെ വായനയിൽ പഴയ നിയമ വായന എടുക്കുമ്പോൾ രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 22 വരെ വാക്യങ്ങളിൽ നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മൾ എന്ത് വന്നാലും, എന്തെല്ലാം സങ്കടങ്ങളുണ്ടായാലും, എന്തെല്ലാം ദുരിതങ്ങളുണ്ടായാലും ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണമെന്നുള്ളതാണ്. പശ്ചാത്തലം എങ്ങനെയാണ്? സറേഫാത്തിലെ വിധവയുടെ അടുക്കൽ ഏലിയ പ്രവാചകനെ ദൈവം അയക്കുന്നതാണ്. നമുക്കറിയാം, വിധവയുടെ അടുക്കൽ ഏലിയ പ്രവാചകനെ അയക്കുമ്പോൾ പ്രവാചകൻ ആ വിധവയോട് പറയുന്നത് എനിക്ക് ഭക്ഷണം തരണമെന്നാണ്. സ്ത്രീ പറയുന്നത് ഞങ്ങൾ അപ്പം ഉണ്ടാക്കാനുള്ള ഭക്ഷണപദാർത്ഥങ്ങളെ വീട്ടിലുള്ളൂ, അത് ഞങ്ങൾ ഉണ്ടാക്കി കഴിക്കുകയാണ്. ചുള്ളിക്കമ്പ് പെറുക്കുന്നു, ഞങ്ങൾ അത് പെറുക്കിക്കൊണ്ട് ചെന്ന് ഈ അപ്പം ഉണ്ടാക്കി കഴിച്ചാൽ ഞാനും എൻ്റെ മകനും മരിക്കുമെന്ന് പറയുക. ആകെയുള്ളത് കലത്തിലെ ഒരു പിടി മാവും ഭരണിയിൽ അല്പം എണ്ണയുമാണ്. 2 ചുള്ളിവിറക് പെറുക്കുകയാണ്. ഇത് കൊണ്ടു ചെന്ന് അപ്പമുണ്ടാക്കി എനിക്കും എൻ്റെ മകനും കഴിക്കണം, പിന്നെ ഞങ്ങൾ മരിക്കും. ഒരു പ്രത്യാശയില്ലാത്ത വർത്തമാനം. ദാരിദ്ര്യത്തിൻ്റെ അങ്ങേ അറ്റത്ത് നിൽക്കുകയാണ്.
ഇത്രയും ദാരിദ്ര്യത്തിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് മൂന്നാമതൊരാൾക്ക് ഒന്നുമില്ലാതെ എങ്ങനെയാണ് മൂന്നാമതൊരാൾക്ക് ഭക്ഷണം കൊടുക്കുന്നതെന്നൊരു ചിന്ത ഈ വിധവയുടെ അടുക്കൽ വരികയാണ്. പ്രവാചകനാണെങ്കിൽ അത് കേട്ട് പിന്തിരിയുന്നില്ല. കാരണം പ്രവാചകന് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്, നീ സാറേഫാത്തിലെ വിധവയുടെ അടുക്കൽ ചെല്ലുക, നിൻ്റെ കാര്യങ്ങൾ, നിനക്ക് ആവശ്യത്തിന് അപ്പവും വെള്ളമൊക്കെ അവൾ തരുമെന്ന് പറയുക. പ്രവാചകന് ദൈവത്തിൻ്റെ വാഗ്ദാനം അനുസരിക്കാനും ദൈവത്തിൻ്റെ വാഗ്ദാനം വിശ്വസിക്കാനുമുള്ള ഉറപ്പുണ്ട്. പ്രവാചകൻ പല ഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ വാഗ്ദാനവും ദൈവത്തിൻ്റെ നടത്തിപ്പും മനസ്സിലാക്കിയിട്ടുള്ളയാളും ജീവിച്ചിട്ടുള്ളയാളുമാണ്. അതുകൊണ്ട് പ്രവാചകൻ പറയുകയാണ്, ഇപ്പോൾ നീ ഞാൻ പറയുന്ന അനുസരിക്കുക എന്ന് പറയുന്നു. അപ്പോൾ ആ വിധവയാകുന്ന സഹോദരി പ്രവാചകനെ അനുസരിക്കുന്നു. അപ്പമുണ്ടാക്കി കൊണ്ടുവന്ന് ഒരപ്പം ഈ പ്രവാചകന് കൊടുക്കുന്നു. പ്രവാചകൻ അത് ഭക്ഷിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട്. വിധവയോട് പറയുന്നുണ്ട്, കലത്തിലെ മാവ് തീർന്നു പോവുകയല്ല, ഭരണിയിലെ എണ്ണ വറ്റുകയില്ല എന്ന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ചിന്ത, പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും, നമ്മൾ ദരിദ്രരാണെങ്കിലും വിശക്കുന്ന ഒരാൾക്ക് നമ്മൾക്കുള്ളതിൽ നിന്ന് പങ്കുവെച്ച് കൊടുത്താൽ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഒരു ദാരിദ്ര്യം പിന്നീട് അനുഭവിക്കേണ്ടി വരികയില്ല എന്ന് പ്രവാചകൻ ധൈര്യം പറയുന്നു. സ്ത്രീയുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. നമ്മുടെ ദാരിദ്ര്യത്തെക്കാൾ ഉയർന്ന നിലവാരം നമ്മുടെ മനസ്സിൽ പുലർത്തണം. ദാനധർമ്മം. ദൈവം അതാണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമ്മളെ അനുഗ്രഹിക്കാൻ ദൈവം ഒരു വാതിൽ തുറക്കുകയാണ്. അപ്പോൾ ഈ വിധവയെ അനുഗ്രഹിക്കാൻ അവരുടെ മുമ്പിലൊരു വാതിൽ തുറന്നതാണ് പ്രവാചകൻ്റെ വിശപ്പ്. പ്രവാചകൻ്റെ അതുവരെയുള്ള ഭക്ഷണം കെരീത്ത് തോട്ടിൽ നിന്ന് വെള്ളം കുടിക്കുകയും കാക്കകൾ അവിടെ അപ്പം കൊണ്ടുവന്ന് കൊടുക്കുകയായിരുന്നു. പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകനൊരു പ്രയാസമോ ബുദ്ധിമുട്ടോ അനുഭവിക്കുന്നില്ല. മറിച്ച് വിധവയെ അനുഗ്രഹിക്കാൻ ദൈവം പ്രവാചകനെ പറഞ്ഞയച്ച ഒരു വാതിൽ തുറക്കുകയാണ്. വിധവയുടെ വാതിൽ തുറക്കുകയാണ്. അത് അപ്പത്തിൻ്റെ രൂപത്തിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് വിശക്കുന്നവർക്ക് പങ്കുവെക്കാൻ ഇല്ല, ഉണ്ടായിട്ടാകട്ടെ എന്നുള്ള മനസ്സ് മാറിയിട്ട് ഉള്ളതിൽ നിന്ന് പങ്കുവെക്കാനായിട്ട് കഴിയണം. രണ്ടാമത് ഇവിടെ പറഞ്ഞ ഒരു സംഭവം, ഈ സ്ത്രീ പറഞ്ഞത് ഞങ്ങൾ മരിക്കുമെന്നാണ്. അപ്പോൾ മരണത്തിൽ നിന്നും കൂടിയാണ് രക്ഷിച്ചത്. ദാരിദ്ര്യത്തിൽ നിന്ന് മാത്രമല്ല, മരണത്തിൽ നിന്ന് കൂടി. ഒന്നല്ല, ചിലപ്പോൾ പട്ടിണി മരണമായിരിക്കാം, അല്ലെങ്കിൽ ഈ കാലത്ത് ആളുകൾ ചെയ്യുന്ന പോലെ പട്ടിണി സഹിക്കാൻ വയ്യാതെ ആകുമ്പോൾ ആത്മഹത്യ, അല്ലെങ്കിൽ നാളെ പട്ടിണി എന്നുള്ള വിചാരത്തിൽ ഇന്ന് ആത്മഹത്യ ചെയ്യുന്നതായിരിക്കാം. ഏതായാലും മരിക്കുമെന്നൊരു തീരുമാനം അവരുടെ ഉള്ളിലുണ്ട്. പട്ടിണി മരണമായിരിക്കാം, അല്ലെങ്കിൽ ആത്മഹത്യ ആയിരിക്കാം. ഇതിൽ നിന്നുകൂടിയാണ് ദൈവം പ്രവാചകനിലൂടെ സ്ത്രീയെ രക്ഷിക്കുന്നത്. പക്ഷേ എങ്കിലും കുറേ കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്തറിയാമോ? ഈ സ്ത്രീയുടെ മകൻ രോഗബാധിതനായി മരിച്ചു. രണ്ടാമത്തെ ഒരു പ്രശ്നം, ആദ്യത്തെ പട്ടിണിയാണെങ്കിൽ രണ്ടാമത്തെ മരണമാണ്. ദാരിദ്ര്യം മാറിയെങ്കിലും അനുഭവിക്കാൻ ആളില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സാധാരണ നമ്മൾ കണ്ടുപോകുന്ന. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവും, പക്ഷേ അനുഭവിക്കാനുള്ള യോഗമില്ല. ഇവിടെ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അത് അവൾക്ക് അനുഭവിക്കുവാനുള്ള യോഗമില്ല. മകൻ മരിച്ചുപോയി, രോഗം വന്നു. ഉടനെ ഇവൾ സങ്കടപ്പെട്ട് പ്രവാചകൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എൻ്റെ കഴിഞ്ഞ കാല പാപങ്ങളെ അനുസ്മരിപ്പിക്കാനും എൻ്റെ മകനെ കൊല്ലാനുമാണോ അങ്ങ് ഇവിടെ വന്നത്? കണ്ടോ, ദാരിദ്ര്യം മാറി സമ്പത്ത് വന്നപ്പോൾ ഉണ്ടാകുന്ന ആ മനോഭാവം ഒന്ന്, ഇപ്പോൾ വീണ്ടും കഷ്ടത വന്നപ്പോൾ ഉണ്ടാകുന്ന മനോഭാവം. അവൾ വിചാരിച്ചു വീണ്ടും അവളുടെ പാപം ദൈവം കണക്കിട്ടു എന്നാ. യഹൂദന്മാരുടെ ചിന്തയിൽ അങ്ങനെയാണല്ലോ. നഷ്ടങ്ങൾ സംഭവിക്കുന്നത് ഒക്കെ, ദാരിദ്ര്യം വരുന്നത്, മരണം സംഭവിക്കുന്നത് ശാപമായിട്ടും പാപമായിട്ട് കണക്ക് വെക്കാം. അപ്പോൾ ഈ പ്രവാചകനോട് ഇവൾ ചെന്നിങ്ങനെ പരാതി പറയുമ്പോൾ പ്രവാചകൻ
നിൻ്റെ മകനെ അങ്ങ് തരിക എന്നാണ് പറയുന്നത്. എന്നിട്ട് പ്രവാചകൻ കൊണ്ടുപോയി മുറിയിൽ കട്ടിൽ കിടത്തിയിട്ട് പ്രവാചകൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണ്? ദൈവമായ കർത്താവേ, എനിക്ക് ഇടം തന്നവളാണ് ഈ വിധവ. അതാണ് കറക്റ്റ്, അതാണ് സത്യം. പ്രവാചകൻ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് താമസിക്കുവാൻ, എനിക്ക് ആഹാരം, ഭക്ഷണത്തിന് വിശന്നപ്പോൾ ആഹാരം തന്നു, ദാഹിച്ചിട്ട് കുടിക്കാൻ തന്നു, പിന്നെ കിടക്കാൻ ഇടം തന്നു ഈ വിധവ. അവളുടെ മകൻ്റെ ജീവൻ എടുത്തുകൊണ്ട് അവിടുന്ന് അവളെ പീഡിപ്പിക്കുകയാണോ? ഇതാണ് ചോദ്യം. പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രവാചകൻ ഈ മകൻ്റെ ജീവൻ തിരികെ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം കേൾക്കുന്നു, അവന് ജീവൻ തിരിച്ചു കൊടുക്കും. പ്രിയമുള്ളവരെ, എത്ര വലിയൊരു സന്ദേശമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് ഇടം തന്നവളാണ്, എനിക്കിടം തന്നവളാണ്. അതാണ് പഥ്യം. അതാണ് അനാഥർക്കും പരദേശിക്കും ഇടം കൊടുക്കുന്നവരെ ദൈവം ഒരിക്കലും വിസ്മരിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ അനുഗ്രഹങ്ങൾ മാത്രമല്ല, സങ്കടങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ എങ്ങനെ പെരുമാറുന്നു, ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പരിശോധിച്ച് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. രണ്ടാമത്തെ വായന രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 21 മുതൽ 25 വരെ വാക്യങ്ങൾ. യോശിയ രാജാവിൻ്റെ ഭരണകാലം. ആ രാജാവ് തൻ്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിച്ചു എന്നുള്ള. അന്നുവരെയും ഇസ്രായേലിലാകട്ടെ ഇസ്രായേലിന് പുറത്താകട്ടെ ഒരു രാജാവും ഇത്ര സ്നേഹത്തോടെ ദൈവത്തെ ബഹുമാനിച്ചിട്ടില്ല, ദൈവജനത്തെ കരുതിയിട്ടുമില്ല. എൻ്റെ പ്രിയമുള്ളവർ, രണ്ടാമത്തെ വായനയിൽ നിന്ന് കർത്താവ് നമ്മളോട് പറയുന്നത്, നാം എവിടെയാണെങ്കിലും നാം ആരായിരുന്നാലും പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, സ്തുതിക്കണമെന്നുള്ളതാണ്. മൂന്നാമത്തെ വായനയിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായത്തിൻ്റെ 23-28 വാക്യങ്ങളാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ ദൈവമായ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഗർഭത്തിൽ നിനക്ക് രൂപം നൽകിയ നിന്റെ രക്ഷകനായ കർത്താവ് അരുളി ചെയ്യുന്നു, എല്ലാം സൃഷ്ടിക്കുകയും ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ വ്യാപിപ്പിക്കുകയും ചെയ്ത കർത്താവ് ഞാനാണ്. അപ്പോൾ എന്നോടൊന്നിച്ച് ആരുണ്ടായിരുന്നു? ഭൂമിയിലെ ഒരു മനുഷ്യരും ദൈവത്തോടൊന്നിച്ച് ആ സമയത്ത് ഉണ്ടായില്ല. പക്ഷേ അടുത്ത വാക്യം നമ്മൾ വായിക്കുകയാണ്. 25-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നമ്മളിപ്പോൾ ഇങ്ങനെ കരുതിയ, ഇത്രയും സ്നേഹിച്ച ഈ ദൈവത്തെ വിട്ടിട്ട് സഹനം നോക്കുന്നവരുടെയും വ്യാജപ്രവാചകന്മാരുടെയും പ്രശ്നം വയ്ക്കുന്നവരെയൊക്കെ അടുത്ത് ചെല്ലുകയാണ് നമ്മൾ. അതുകൊണ്ട് ദൈവം പറയുകയാണ്, വ്യാജപ്രവാചകന്മാരുടെയും സഹനങ്ങളെയും, വ്യാജപ്രവാചകന്മാരുടെ സഹനങ്ങളെ അവിടുന്ന് വ്യർത്ഥമാക്കുകയും പ്രശ്നം വയ്ക്കുന്നവരെ വിഡ്ഢികളാക്കുകയും ചെയ്യുന്നു. വിജ്ഞാനികളുടെ വാക്കുകളെ അവിടുന്ന് വിപരീതമാക്കുകയും അവരുടെ ജ്ഞാനത്തെ ഭോഷത്വമാക്കുകയും ചെയ്യുന്നു. അവിടുന്ന് തൻ്റെ ദാസരുടെ വാക്കുകൾ ഉറപ്പിക്കുകയും ദൂതരുടെ ഉപദേശങ്ങൾ നിവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവിടെയും നമ്മൾ ധ്യാനിക്കേണ്ട ഭാഗം, ദൈവത്തിൽ മാത്രം പ്രത്യാശ വെക്കുക, ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക. നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ പ്രയാസങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും ദൈവത്തിൽ നിന്ന് മാത്രമേ ഉത്തരമുള്ളൂ. അല്ലാതെ ഉത്തരം തേടി ഒരിടത്തും പോകണ്ട എന്നുള്ള ഒരു അരുളിച്ചെയ്യലാണ്, ഒരു നിർദ്ദേശമാണ് നമുക്ക് നൽകുന്നത്.
ഹല്ലേലൂയ. ഇനി നമുക്ക് സന്ധ്യാവായന എടുക്കാം. സുവിശേഷത്തിൽ നിന്ന് അപ്പോസ്തല പ്രവർത്തനം എടുക്കാം. 16-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 25 വരെ വാക്യങ്ങളാണ് അതിൽ പറയുന്നത്. അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ വായന, പൊതുവിനെഴുതിയ വായന, 26-ാമത്തെ അധ്യായം 19 മുതൽ 25 വരെ വാക്യങ്ങൾ. ആ വാക്യങ്ങൾ ഇങ്ങനെയാണ്. പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തര കഥയാണ് പറയുന്നത്. അഗ്രിപ്പ എന്ന് പറയുന്ന രാജാവിനോട് പൗലോസ് പറയാണ്, അഗ്രിപ്പ രാജാവേ, ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. കണ്ടോ? പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യാൻ നിയമത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് ന്യായപ്രമാണമാണ് വലുത്, ന്യായപ്രമാണത്തിൽ യഹൂദന്മാർക്കാണ് ആ രക്ഷ, അപ്പോൾ ന്യായപ്രമാണത്തിന് വിരുദ്ധമായി യേശുവാകട്ടെ അവൻ്റെ ശിഷ്യന്മാരിൽ നിന്ന് അനുയായികളാകട്ടെ ആര് വന്നാലും അവരെ ഇല്ലായ്മ ചെയ്യണം. അധമന്മാർക്കോ അന്യജാതിക്കാർക്കൊന്നും സുവിശേഷം അല്ലെങ്കിൽ ന്യായപ്രമാണം എടുക്കാനുള്ള അധികാരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊല്ലുവാനുള്ള അധികാരപത്രം വാങ്ങിപ്പോകുന്ന ശൗൽ ഒരു പ്രത്യേക അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്വർഗീയ ദർശനത്തിൽ അവനായിത്തീരുകയാണ് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച്. അതുകൊണ്ട് ആ മാനസാന്തരത്തിൻ്റെ അനുഭവം പറയുകയാണ്. നമ്മളും ചിന്തിക്കണം, നമുക്ക് അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കുന്നുണ്ടോ? രാജാക്കന്മാരുടെയും നാടുവാഴികളുടെയൊക്കെ മുമ്പിൽ അത് പറയേണ്ട വന്നാൽ പറയുവാനുള്ള അവസ്ഥ, ദൈവസ്നേഹം, എന്താ പറയുന്നത്, ആ കൃപ ഒക്കെ നമ്മൾ ദൈവത്തോട് ചോദിച്ചു വാക്കേണ്ടതാണ്. എന്ന് പറഞ്ഞാൽ, അഗ്രിപ്പ രാജാവെ, ഞാൻ ഈ സ്വർഗീയ ദർശനത്തോട് അനുസരണക്കേട് കാണിച്ചില്ല. വേണമെങ്കിൽ കാണിക്കാമായിരുന്നു, കാണിച്ചില്ല. കാരണം അത്രമാത്രം ദൈവസ്നേഹവും ദൈവത്തിൻ്റെ നടപടികൾ അത്രമാത്രം പൂർണ്ണതയുള്ളതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പൗലോസിനെ അവർ പിടിച്ച് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് യഹൂദന്മാർ പിടിച്ചു കൊണ്ടുവന്നാക്കിയിരിക്കുന്നത് തെറ്റ് ചെയ്തിട്ടല്ല, അസൂയ കൊണ്ടും യേശുക്രിസ്തുവിനുള്ള വിരോധം കൊണ്ടുമാണെന്ന് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ അഗ്രിപ്പ രാജാവിനോട് സംസാരിച്ച് പോരുമ്പോൾ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരണമെന്നും മനുഷ്യകരങ്ങളാൽ പീഡിപ്പിക്കപ്പെടണമെന്നും ഒക്കെ പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ, മോശയും പ്രവചിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവർ ന്യായവാദം നടത്തിക്കൊണ്ടിരുന്നു എതിർകക്ഷികൾ. ഇപ്പോൾ ഫെസ്തൂസ് എന്ന് പറയുന്ന ഒരു ദേശാധിപതി, അദ്ദേഹം ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, പൗലോസ്, നിനക്ക് ഭ്രാന്താണ്, നിന്റെ വലിയ വിജ്ഞാനം നിന്നെ ഭ്രാന്തനാക്കുന്നു. അപ്പോൾ പൗലോസ് പറയുകയാണ്, അഭിവന്ദ്യനായ ഫെസ്തോസ്, ഞാൻ ഭ്രാന്തനല്ല, സുബോധത്തോടെ സത്യം പറയുകയാണ്. നിന്റെ വിദ്യാഭ്യാസത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം അറിവുള്ളവനാണ് പൗലോസ്. വലിയ വിദ്യാഭ്യാസം ഉള്ളവനാണ്. വിദ്യയുടെ അധികം കൊണ്ട് നിനക്ക് ഭ്രാന്ത് പിടിച്ചു എന്ന് അദ്ദേഹത്തിനെ അറിയാവുന്ന ഫെസ്തു ദേശാധിപതി പറയുകയാണ്. അപ്പോൾ അഭിവന്ദ്യനായ ഫെസ്തോസെ, എനിക്ക് ഭ്രാന്തല്ല, സത്യമാണ് ഞാൻ സംസാരിക്കുന്നതെന്ന് പൗലോസ് പറയുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എത്ര വിദ്യാഭ്യാസം ലോകത്തുണ്ടായാലും ക്രിസ്തുവിനെ അറിഞ്ഞ്, ക്രിസ്തുവിനെ ആരാധിച്ച്, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പങ്കുവെക്കണമെന്ന് നമ്മളെക്കുറിച്ചുള്ള ദൈവ പദ്ധതി. ആ അപ്പോസ്തല പ്രവർത്തനത്തിൽ വായിക്കുന്ന ഭാഗം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക. ഇപ്പോൾ ഈ പഴയ നിയമം വായിച്ചു വരുമ്പോഴും ലേഖനങ്ങൾ വായിച്ചു വരുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് ദൈവം തന്നെയാണ് സർവവും. അവനെപ്പോലെ മറ്റാരുമില്ല. അവനെല്ലാം അറിയുന്നു. ദാരിദ്ര്യം അറിയുന്നു, പട്ടിണി അറിയുന്നു, എല്ലാം അറിയുന്നു. എല്ലായിടത്തും അവൻ്റെ സൗഖ്യദായകമായ കരമുണ്ട്.
അവനിൽ വിശ്വസിച്ച് അവനെ അനുസരിച്ച് ജീവിക്കാൻ ആര് തയ്യാറാകുന്നുവോ അവർക്കെല്ലാം ഈ ഭൂമിയിൽ വച്ച് തന്നെ അനേക അനുഗ്രഹങ്ങൾ വരാനിരിക്കുന്ന നിത്യജീവനും. അതുകൊണ്ട് ഇവിടെ രണ്ടാമത്തെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ആ ഭാഗം എടുത്തുനിന്ന് വായിച്ചു നോക്കുക. ഞാൻ സമയക്കുറവ് കൊണ്ട് പെട്ടെന്ന് പോവുകയാണ്. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. എന്താണ് യേശുവിൻ്റെ മനോഭാവം? ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നുവെങ്കിലും അവൻ ദൈവവുമായുള്ള ബന്ധം നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ചു എന്നാണ്. അപ്പം ഈ വായനയിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സന്ദേശം, നാം എത്രമാത്രം വലിയവനാണെന്നുള്ള ചിന്തയിൽ നിന്ന് മാറി യേശുക്രിസ്തു പോലും തന്നെ ശൂന്യനാക്കി ദാസനായി തീർന്നുവെങ്കിൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, സുവിശേഷത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ചെറുതാക്കണമെന്നുള്ള സന്ദേശമാണ് അതിലൂടെ തരുന്നത്. നമ്മൾ ദൈവരാജ്യത്തിൻ്റെ വേലക്കാരായി ഒരു ദാസ മനോഭാവത്തോടു കൂടി പ്രവർത്തിക്കണമെന്നുള്ളതാണ് അവിടെ നമുക്ക് നൽകുന്ന സന്ദേശം. സന്ധ്യാവായനയിൽ യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 31 മുതൽ വാക്യങ്ങളിൽ, അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 12 വരെ വാക്യങ്ങളുമാണ്. അത് നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ നമ്മൾ കാണുന്നത്. നമ്മളെല്ലാവരും 31-ൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അവർ വിശ്വസിക്കുന്നൊക്കെ ധൈര്യം പറയണവരായിരിക്കും. പക്ഷേ യേശു പറയുന്നു, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും താങ്കളുടെ വഴിക്ക് ചിതറിക്കപ്പെടുകയും എന്നെ ഏകനായി വിട്ടുപോവുകയും ചെയ്യുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എങ്കിലും ഞാൻ ഏകനല്ല, കാരണം പിതാവ് എന്നോട് കൂടെയുണ്ട്. ഈ ഒരു ധ്യാനം നമ്മളെ ആരൊക്കെ ഉപേക്ഷിച്ചാലും, എത്ര ചങ്ങാത്തം കൂടി നിൽക്കുന്നവരൊക്കെ, അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ, ഒരത്യാവശ്യം വരുമ്പോൾ എല്ലാവരും ഇട്ടിട്ട് പോകും. ഈ ഒരു ചൊല്ലുണ്ട്. അപ്പോൾ ഇവിടെ യേശു പറയുകയാണ്, നിങ്ങളെല്ലാവരും, നിങ്ങളെന്നെ എത്രമാത്രം വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാലും നിങ്ങളെല്ലാവരും എന്നെ ഇട്ടിട്ട് പോകും, എന്നെ ഏകനാക്കി തീർക്കുകയും ചെയ്യും. എന്നാൽ ഞാൻ ഏകനല്ല, പിതാവിൻ്റെ കൂടെയുണ്ടെന്നാണ്. ആ കൊച്ചുകുഞ്ഞുപദേശിയുടെ ഒരു പാട്ട് നമ്മളിങ്ങനെ പാടുന്നുണ്ട്. ആരും സഹായമില്ലാതെ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും നീങ്ങിടുമ്പോൾ, എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. അപ്പോൾ ഈ ഒരു വചനമാണ് നമ്മളെ ബലപ്പെടുത്തുന്നത്. നമ്മൾ എല്ലാവരും ഉപേക്ഷിച്ചാലും, ആരൊക്കെ ഇട്ടിട്ടോടിയാലും നാം ഏകനല്ല, പരിശുദ്ധ തൃത്വം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നമ്മോട് കൂടെ നമ്മളെ സഹായിക്കാനായി, ശക്തിപ്പെടുത്താനായിട്ട് ഉണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം, ആ ഒരു സത്യം. പിന്നെ നമുക്കറിയാം 17-ാം അധ്യായം നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തു ഇങ്ങനെ ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ അടുത്തേക്ക് വന്ന ശിഷ്യന്മാർക്കും അവർ വഴി സുവിശേഷം പ്രസംഗിച്ച് ആ സുവിശേഷം ലോകത്തിന് കൊടുക്കുന്ന എല്ലാവർക്കും, എന്ന് പറഞ്ഞാൽ അന്നു മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ ദൈവമക്കൾക്കും, പ്രേക്ഷിതർക്കും, സുവിശേഷകർക്കും വേണ്ടി അവർ പിതാവിലും പുത്രനിലും പരിശുദ്ധാത്മാവിലും ഒന്നായിരിക്കാൻ വേണ്ടി യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതാണ് അതിൻ്റെ 17-ൻ്റെ 12 വരെ വാക്യങ്ങൾ. അതിൻ്റെ തുടർച്ചയാണ് പ്രഭാതത്തിൻ്റെ വായനയുമായിട്ടും കണക്കാക്കിയിരിക്കുന്നത് 17-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 26 വരെ വാക്യങ്ങൾ. അത് നിങ്ങൾ വായിച്ചു നോക്കണം. എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വചനം യേശുക്രിസ്തു നൽകിയെന്നും ആരെയും ഉപേക്ഷിച്ചില്ല എന്നും, സ്വയം നശിക്കാൻ തീരുമാനിച്ച ഒരുവനല്ലാതെ മറ്റാരും ഉപേക്ഷിച്ചിട്ടില്ല എന്നും, അങ്ങ് എനിക്ക് നൽകിയ മഹത്വം ഇവർക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ മഹത്തരമായ പ്രാർത്ഥന, ദൈവവും യേശുവും പരിശുദ്ധാത്മാവും ഒന്നായിരിക്കുന്ന പോലെ
സുവിശേഷം കേൾക്കുന്ന എല്ലാ മനുഷ്യരും പരിശുദ്ധ തൃത്വത്തിൽ ഒന്നായി തീർന്ന് പരസ്പര സ്നേഹത്തോടും സഹവർത്തിത്തോടെയും കൂടെ ജീവിക്കാൻ യേശു നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മഹോന്നതമായ മധ്യസ്ഥ പ്രാർത്ഥന. ഹല്ലേലൂയ. മൂന്നാമത്തെ സുവിശേഷ വായന എന്ന് പറയുന്നത് നമ്മുടെ കുർബാനയ്ക്ക് മധ്യത്തിലുള്ള കുർബാനയിലുള്ള വായനയാണ്. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെയാണ്. 6-ാം അധ്യായം 35 മുതൽ 46 വരെ വാക്യങ്ങളാണ്. 35 മുതൽ 46 വരെ വാക്യങ്ങളാണ്. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം. എൻ്റെ അടുത്ത് വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. കണ്ടോ, ഈ വചനം പ്രിയമുള്ളവർ നമ്മൾ ധാരാളം കേട്ടുള്ളതാണ്. എന്നാൽ ഈ വായനയുടെ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചു നോക്കിയേ. മുമ്പ് വായിച്ച എല്ലാ വായനകളും എന്താ പറയുന്നത്, നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ എന്താ പറയുന്നത് ശക്തിയിൽ ആശ്രയിച്ച് നിൽക്കാനും, അങ്ങനെ ശക്തിയിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ഏറെ നമ്മൾ ബലപ്പെടുന്ന, നമ്മൾ ഭൗതികമായിട്ട് അനുഗ്രഹിക്കുന്ന, ദൈവത്തിൻ്റെ സ്വഭാവത്തിൽ പങ്കുകാരാകുന്ന രീതിയിലേക്കുള്ള ഒരു ക്രമീകരണമാണ്. എന്നാൽ ഇന്ന് സുവിശേഷത്തിൻ്റെ ഏവൻഗേലിയോനിലേക്ക് വരുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ ജീവൻ്റെ അപ്പമാണ്. അപ്പോൾ ഇവിടെ യേശു പറയുന്ന പോലെ അവർ മന്ന ഭക്ഷിച്ചുവെങ്കിലും, നമ്മുടെ പിതാക്കന്മാർ മന്ന ഭക്ഷിച്ചുവെങ്കിലും അവർ മരിച്ചു. കാരണം മോശയല്ല മന്ന കൊടുത്തത്, സ്വർഗത്തിൽ ദൈവമാണെന്നാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ വായനയിൽ വിധവയ്ക്ക് അപ്പം കൊടുത്തു, വെള്ളം കൊടുത്തു, വിധവയുടെ മകനെ ജീവിപ്പിച്ചു, അതൊക്കെ ശരിയാണ്. പക്ഷേ അതൊന്നും താൽക്കാലികം മാത്രം. എന്നാൽ യേശു നൽകുന്ന അപ്പം നിത്യമാണ്. അങ്ങനെ ശ്രേഷ്ഠമായ ഒരു വായന നമുക്ക് കർത്താവിൻ്റെ പുസ്തകത്തിൽ നിന്ന് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35 മുതൽ 46 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ 40-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവനുണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കുകയും ചെയ്യും. വിധവയുടെ മകനെ ഏലിയാ പ്രവാചകൻ ഭൂമിയിൽ വെച്ച് മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെങ്കിൽ, മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും ഒരുക്കിയിരിക്കുന്ന ന്യായവിധിയും ആ ന്യായവിധിക്ക് ശേഷമുള്ള സ്വർഗീയ അനുഭവം, സ്വർഗരാജ്യത്തിലേക്കുള്ള വിളിയും, നരകത്തിലേക്ക് പോയിക്കൊള്ളാൻ പറയുന്ന ശപിക്കപ്പെട്ട സ്വരവും, ശാപത്തിൻ്റെ ശപിക്കപ്പെട്ടവരെ എന്നുള്ള വിളി, ആ സ്വരം കേൾക്കാൻ ഇടയാകാതെ അനുഗ്രഹിക്കപ്പെട്ടവരെ വരിക എന്ന് പറയുന്ന സ്വരം കേൾക്കാൻ, എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത. വിധവ പറഞ്ഞു, പ്രവാചക, എൻ്റെ കഴിഞ്ഞ പാപങ്ങളെ അനുസ്മരിപ്പിക്കുവാനും എൻ്റെ മകനെ കൊല്ലുവാനുമാണോ നീ വന്നതെന്ന് ചോദിച്ച ചോദ്യത്തിന് യേശു മറുപടി പറയുന്നു, ഞാൻ കൊല്ലുവാനല്ല, മുടിക്കുവാനല്ല, ഞാൻ മനുഷ്യർക്ക് നിത്യജീവൻ്റെ അവകാശം, ദൈവത്തിലേക്ക് കയറി ചെല്ലുവാനുള്ള അധികാരവും അവകാശവും കൊടുക്കാനാണ് വന്നതെന്ന് യേശു പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നിങ്ങളെൻ്റെ പിതാവിൻ്റെ ഇഷ്ടത്തിലേക്ക് കയറി വരിക, ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പെറുപെറുത്തു. അതിൻ്റെ 44-ാമത്തെ വാക്യം ഇങ്ങനെ പെറുപെറുത്ത് യഹൂദന്മാർ പിന്തിരിഞ്ഞപ്പോൾ യേശു പറയാണ്, എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ ഞാൻ അവനെ ഉയർപ്പിക്കും. അതുകൊണ്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ദൈവമേ അങ്ങയുടെ സ്നേഹത്തിലേക്ക് എന്നെ ആകർഷിക്കണമേ, എന്നെ ഒന്ന് കാണണമേ. കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ ജീവചരിത്രത്തിൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങയുടെ കയ്യിലെ ഒരു കളിപ്പന്താണ്, അങ്ങേക്ക് ഇഷ്ടം പോലെ ഉള്ളതുപോലെ എന്നെ തട്ടിക്കളിക്കാം, അങ്ങേക്ക് ഇഷ്ടം പോലെ എന്നോട് പെരുമാറാം. മറ്റൊന്ന്,
വലിയ സഹനങ്ങളൊന്നുമില്ലാതെ സന്തോഷമായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ചോദിക്കുമെന്നാണ് പറയുന്നത്, ഇപ്പോൾ എന്നെ കാണുന്നില്ലേ, എന്നെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് ചോദിക്കുമായിരുന്നു. കാരണം ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരോട് ദൈവത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സുഖ സന്തോഷ ഉല്ലാസങ്ങളല്ല, അതുമാത്രമല്ല സങ്കടങ്ങൾ, വേദനകൾ, ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ദൈവം കാണുന്നു, ദൈവത്തോട് ചേർന്നിരിക്കാൻ കൂടുതൽ സഹായിക്കുന്നു എന്നാണ്. അപ്പോൾ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഇന്നെൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, പിതാവായ ദൈവം നമ്മളെ ആകർഷിക്കുന്നു. നമ്മളെ ആകർഷിച്ച് പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ കൊണ്ടുചെന്നാക്കുന്നു. അതുകൊണ്ട് യേശു പറയാണ്, ആർക്കെങ്കിലും എൻ്റെ അടുത്ത് വരാൻ കഴിയണമെങ്കിൽ എൻ്റെ പിതാവ് ആകർഷിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അങ്ങനെ വരുന്നവർ 45-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകുമെന്ന് പ്രവാചക ഗ്രന്ഥങ്ങളിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് പിന്നെ പരാജയമില്ല. കാരണം എല്ലാവരെയും നേരിട്ട് ദൈവം പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്ര സുന്ദരമായ, ഇത്ര മനോഹരമായ ഒരു വേദവായന ക്രമത്തിലേക്കും ഇത്ര മനോഹരമായ, ഇത്ര സുന്ദരമായൊരു ധ്യാനത്തിലേക്കും നമ്മളെ കൂട്ടിക്കൊണ്ടുവന്ന പരിശുദ്ധ തൃത്വത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്, പെന്തക്കോസ്തായുടെ ഞായറാഴ്ചയ്ക്ക് മുമ്പുള്ള ഞായറാഴ്ച, പെന്തക്കോസ്തായിൽ കാത്തിരിപ്പിൻ്റെ നാളുകളിൽ പ്രാർത്ഥനയോടും ആത്മനിറവോടും തീക്ഷ്ണതയോടും കൂടി ഇരിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ധ്യാനചിന്തകളെല്ലാം കടന്നു വന്ന് നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നല്ലൊരു ആരാധന നാളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുവാൻ കഴിയട്ടെ. ഇപ്പോൾ മുതൽ വായനകളെല്ലാം വായിച്ചൊരുങ്ങി അനുതാപ പ്രാർത്ഥനകളൊക്കെ നടത്തി യാമപ്രാർത്ഥനകളെല്ലാം കൃത്യമായി കഴിച്ച് പരിശുദ്ധമായ നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ തിരുബലിയോട് ചേർത്ത് നമ്മുടെ ബലഹീന പ്രാർത്ഥനകൾ സമർപ്പിച്ച് മാർ അപ്രേമിനെ പോലെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാനും നാഥാ എന്നെ നിനക്ക് സുഗന്ധമതായി അർപ്പിപ്പാനും കൃപ ചെയ്യുക എന്ന്. ആത്മശരീര മനസ്സുകളാം എന്നോട് തിരുമുൽ കാഴ്ചയെ താതസുതാശ്വാസപ്രദനെ അൻപോട് കൈക്കൊള്ളണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. സകല വിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയും കാവലും കൂട്ടും കോട്ടയും നമുക്കെന്നും ഉണ്ടായിരിക്കട്ടെ. നല്ലൊരു ധ്യാനാനുഭവത്തിലൂടെ കടന്നുപോയി പരിശുദ്ധ ബലിയിൽ പങ്കുചേരുവാൻ ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരുടെ എല്ലാവരുടെയും ആത്മാക്കൾക്ക് ദൈവസന്നിധിയിൽ സമാധാനം കണ്ടെത്തുവാനും പരദീസായിൽ വിശുദ്ധന്മാരുടെ കൂടെ വിശ്രമിക്കുവാനും ദൈവം തൻ്റെ പുത്രനിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും ശാന്തിയും സമാധാനവും അവർക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു. ഒപ്പം തന്നെ പെന്തക്കോസ്തായുടെ ഒരുക്ക ധ്യാനങ്ങൾ ഈ യൂട്യൂബ് ചാനലിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുകയും ഇന്നത്തെ സന്ദേശം എല്ലാവരെയും കേൾപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ട് പ്രാർത്ഥനയോടെ എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ വരുന്ന 30-ാം തീയതി വൈകുന്നേരം ഇവിടെ മാരാനാത്ത ധ്യാന കേന്ദ്രത്തിൽ വെച്ച് സന്ധ്യാപ്രാർത്ഥനയോടുകൂടി 5 മണിക്ക് തുടങ്ങുന്ന ഒരു ധ്യാനയോഗമുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന 5 മണിക്ക് തുടങ്ങുന്നു. രോഗത്തിലും ഭാരത്തിലും പ്രയാസത്തിലൊക്കെ ഇരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥന, പിന്നെ ഗാനശുശ്രൂഷ, തുടർന്ന് ആമുഖ സന്ദേശം, തുടർന്ന് ദൈവവചന പ്രഘോഷണം. ഒരു എൻജിനീയറാണ്, ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന് നന്ന ചെറുപ്പത്തിൽ തന്നെ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയ ബ്രദർ ദീപക്, ഇദ്ദേഹമാണ് മുഖ്യ സുവിശേഷ സന്ദേശം നൽകുന്നത്. പിന്നെ സമാപന സന്ദേശം, ആരാധനാ സ്തുതി ഗീതങ്ങളൊക്കെ നടത്തി 9:30 വരെ ഈ വരുന്ന 30-ാം തീയതി ഒരു ഏകദിന വൈകുന്നേരത്തെ കൺവെൻഷൻ നടക്കുകയാണ്.
എല്ലാവരും പ്രാർത്ഥിക്കുകയും വന്ന് പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. വാഹനമില്ലാത്തവർക്കൊക്കെ വാഹന സൗകര്യങ്ങൾ ഇവിടുന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നതാണ്. പ്രാർത്ഥനയിൽ ഈ ധ്യാന കേന്ദ്രത്തെയും ഇതിൻ്റെ പ്രവർത്തനങ്ങളെയും ഇവിടുത്തെ ആതുര ശുശ്രൂഷകളെല്ലാം ഓർക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവത്തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.